പന്നിക്കണിയിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ നിലമ്പൂരിൽ പ്രതിഷേധം തുടരുകയാണ്. LDF-ഉം UDF-ഉം BJP-യും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. വനം മന്ത്രി തിരുത്തിയെങ്കിലും വനം വകുപ്പിനും KCB-ക്കുമെതിരെ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം തുടരുന്നു. വിവരങ്ങളുമായി അരുൺ അമൃതനാഥ് നമ്മളോടൊപ്പം ചേരുകയാണ് നിലമ്പൂരിൽ നിന്ന്. അരുൺ, ഹീനമായ പ്രതികരണം എന്നാണ് ഇന്നലെ പ്രതിപക്ഷം വനം മന്ത്രിയുടെ പ്രതികരണത്തെ വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാനുള്ള അർഹത പോലുമില്ല എന്നുള്ളതായിരുന്നു ഇന്നലെ പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. വനം വകുപ്പിന് നേരെയും KCB-ക്ക് നേരെയും ശക്തമായ പ്രതിഷേധത്തിന് പ്രതിപക്ഷം ഒരുങ്ങുകയാണ്. എപ്പോഴാണ് പ്രതിഷേധ പരിപാടികൾ? മാധു, അത്തരത്തിലൊരു രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാകും എന്നുള്ളത് ഇന്നലത്തെ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. അത്തരത്തിലുള്ളതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധ പരമ്പര തന്നെയാണ് നടക്കുന്നത്. ആദ്യം BJP ഉൾപ്പെടെ പ്രതിഷേധ രംഗത്തുണ്ട്. BJP-യുടെ നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചാണ് അല്പസമയത്തിനകം ആരംഭിക്കുന്നത്. മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന മാർച്ചാണ്. ഒപ്പം തന്നെ UDF-ന്റെ സംയുക്ത പ്രകടനം, UDYF-ന്റെ ഉൾപ്പെടെ മാർച്ച് കാളികാവിൽ നടക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ്. മന്ത്രി ഇന്നലെ തന്നെ ഒരു പ്രഖ്യാപനം നടത്തി, അല്ലെങ്കിൽ ഒരു പ്രതികരണം നടത്തി. അതിൽ പറയുന്നത് ഇത് വനം ഭൂമിയല്ല, വനം വകുപ്പിന് ഉത്തരവാദിത്തമില്ല എന്നുൾപ്പെടെ പറഞ്ഞിരിക്കുന്നു. അത് ഇന്നലെ തന്നെ നമ്മൾ അവിടെ എത്തി പരിശോധിച്ചപ്പോൾ അത് റവന്യൂ ഭൂമിയുണ്ട്, വനം ഭൂമിയുണ്ട്. ഈ വൈദ്യുതി അനധികൃതമായി കമ്പി വലിച്ചെടുത്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്, ആ വൈദ്യുതി തൂൺ നിലകൊള്ളുന്ന സ്ഥലം, അത് വനഭൂമി തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നാട്ടുകാർ കാലങ്ങളായി പറയുന്ന പ്രശ്നങ്ങളാണ്. ഇത്തരത്തിൽ അനധികൃതമായി വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടുള്ള മൃഗവേട്ട ഉൾപ്പെടെ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നതുമാണ്. അപ്പോൾ വലിയൊരു രോഷം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അവിടെയാണ് ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട, ഇത്തരത്തിൽ ചുമതലയുള്ളവർ തന്നെ ഇത്തരത്തിൽ പ്രതികരണം നടത്തുന്നത്. അത് രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷത്തിനുള്ള അവസരം കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്തും തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി തന്നെ മാറുന്ന തരത്തിൽ പ്രത്യാരോപണങ്ങൾ നമ്മൾ കണ്ടു. ഇനി അതിന്റെ തുടർച്ച എന്നോണം തന്നെയാണ്. മന്ത്രി പ്രതിരോധത്തിലായിരിക്കുന്നു, പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുന്നു. അത് മാറ്റി പറഞ്ഞെങ്കിൽ പോലും പ്രതിഷേധത്തിന് അയവുണ്ടാകുന്നില്ല എന്നുള്ളതാണ് കാളികാവിലും നിലമ്പൂരിലുമായി നടക്കുന്ന പ്രതിഷേധങ്ങൾ സൂചിപ്പിക്കുന്നത്. മാധു, ശരി, അരുൺ അമൃതനാഥാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രതിപക്ഷം വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുടെ തകർച്ച, അനാസ്ഥ, ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണം, വനം മന്ത്രിയുടെ പ്രതികരണത്തിലെ പ്രതിഷേധം തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ മുന്നോട്ട് വയ്ക്കുകയാണ് പ്രതിപക്ഷം.